ഹാലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, ഒരു സ്ത്രീയാണ് സത്യം പറഞ്ഞാൽ ഒരു കുടുംബം കൊണ്ട് നയിക്കുന്നത്. ആ സ്ത്രീ ശരിയല്ലാതെ പെരുമാറിയാൽ, അവൾക്ക് വേണ്ടുന്ന നല്ല ഗുണങ്ങൾ അവളിൽ ഇല്ല എങ്കിൽ ആ കുടുംബം ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് വേണ്ടുന്ന ചില ഗുണങ്ങളാണ് ഇപ്പം നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്ന്, അവൾക്ക് ആദ്യം വേണ്ടത് ക്ഷമയും സഹനശക്തിയുമാണ്. ക്ഷമിക്കുക. ആ ക്ഷമയുണ്ടെങ്കിലേ ആ വീട്ടിൽ വിജയമുണ്ടാവുകയുള്ളൂ. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ആ ഗുണങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമെങ്കിൽ അവർക്ക് സഹനശക്തിയും ക്ഷമയും അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ആദ്യം അവർ ക്ഷമിക്കേണ്ടതും പൊറുക്കേണ്ടതും അവരുടെ നമ്മൾ ചെറുപ്പക്കാരായിട്ടല്ലേ ആ വീട്ടിലേക്ക് ആദ്യം കയറി വരുന്നത്. ഭർത്താവിനോടും ഭർത്തൃ വീട്ടുകാരോടും ക്ഷമിക്കുക. ഇനി നമ്മൾ വളർന്നു അത് കഴിഞ്ഞു കഴിയുമ്പം ഇന്നിപ്പോ എന്നെ കേൾക്കുന്ന ഒരുവിധം ആളുകൾ എനിക്ക് തോന്നുന്നു ഏകദേശം മക്കളൊക്കെ വിവാഹം കഴിഞ്ഞവരായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അവര് മരുമക്കളോടും മക്കളുടെ വീട്ടുകാരോടും ക്ഷമിക്കാൻ തയ്യാറാവണം. അത് നമ്മള് നമുക്ക് പലതും വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടായേക്കാം. ഒരു തരത്തില് ചേച്ചിയുടെ ഭാഷയിൽ ചേച്ചി പറയും പൊട്ടംകളി കളിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ പലതും നമ്മൾ കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുക. നമ്മൾ ആ വന്നു കയറിയ മരുമകളെ നമ്മൾ വഴക്ക് പറയാം, നമുക്ക് എന്തു ആവാം, എൻ്റെ മകൻ്റെ ഭാര്യ, ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കും. എന്തുണ്ടാവും? ഈ പെൺകുട്ടി പോയിട്ട് സമാധാനം കളയുന്നത് ഭർത്താവിൻ്റെ ആയിരിക്കും, അതായത് നമ്മുടെ മകൻ്റെ. ഇന്ന് കാലത്ത് അന്നത്തെ പോലെയല്ല. ഒന്നോ രണ്ടോ മക്കളേ ഉള്ളൂ. ഈ മകള് അവളുടെ വീട്ടുകാരോട് പറയും. ആ വീട്ടുകാരും ഇതുപോലെ നമ്മുടെ മകനോട് അകൽച്ചയും വെറുപ്പും കാണിക്കാൻ അവസരം ഉണ്ടാകും. കാലം പിന്നിടും, നമ്മൾ ഈ ലോകം പിരിഞ്ഞു പോകും. എന്നും നിങ്ങൾ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്ന് ഈ പെൺകുട്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മക്കള് കേൾക്കും, കൊച്ചുമക്കളൊക്കെ ആയിരിക്കും. ആ കുഞ്ഞുങ്ങൾ പോലും കേൾക്കത്തക്ക വിധത്തിൽ ആ കുടുംബം സമാധാനം നഷ്ടപ്പെട്ടു പോയതുപോലെയാക്കാൻ ഈ അമ്മ വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ട് ഒരു സ്ത്രീയാകുമ്പോൾ മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ കഴിഞ്ഞു വരുമ്പോൾ തന്നെ ഭർത്താവിനോടും ഭർത്തൃ വീട്ടുകാരോടും മക്കളോടും മരുമക്കളോടും ക്ഷമയും സഹനശക്തിയും ഉള്ളവളായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. രണ്ട്, വിനയമുള്ളവരായിരിക്കണം. എന്ത് ചെയ്യുമ്പോഴും വചനം ഓർക്കുക. എന്തു പറയുമ്പോഴും ഇത് കർത്താവ് പറയാണ്, നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവ വിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരുമെന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് ഈശോയ്ക്ക് ഇഷ്ടമാണോ, ഇത് വചനാധിഷ്ഠിതമാണോ, അത് തന്നെ ഒരു വലിയ വിനയമാണ്. ദൈവത്തെ ഭയപ്പെടുക, എന്നിട്ട് പറയാവുന്നതും ചെയ്യാവുന്നതും മാത്രം പ്രവർത്തിക്കുക. അടുത്തത്, അറിവുള്ളവൻ വിനയമുള്ളവനായിരിക്കും, ജ്ഞാനിയായിരിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കണം, പഠിക്കണം. കേൾക്കുന്നവരും പഠിക്കുന്നവരും ആയിത്തീരണം. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ കയ്യിലെല്ലാം ഈ യൂട്യൂബ് മൊബൈലുണ്ടല്ലോ മക്കളെ, ദൈവം തന്നൊരു ദാനമാണത്. നമ്മൾ എന്ത് ചെയ്യണം? അതിലെ നല്ല പ്രസംഗങ്ങൾ കേൾക്കണം. സമയമുണ്ടെങ്കിൽ അത് വിരലൊക്കെ പറ്റുന്നവരാണെങ്കിൽ അതൊരു നോട്ട്ബുക്ക് വെച്ച് അത് കുറിച്ചെടുക്കാൻ നോക്കണം. 2-3 പ്രാവശ്യം ഒന്ന് വായിക്കണം നമ്മൾ. അപ്പം നമുക്ക് മനസ്സിലായി, ഓ ഇത് അതിലത്തെ വചനങ്ങൾ കേട്ടു. അങ്ങനെ ഈ സീരിയൽ കണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കണ്ട് എന്തിന് നമ്മൾ ആ സമയം കളയണം? നമ്മൾ ആ വചനം ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് കൈകാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളറിയാതെ ആ കുടുംബത്തിൽ ഒരു വലിയ ആത്മീയമായിട്ടുള്ള സമ്പത്ത് വന്നു ചേരാൻ തുടങ്ങും. കാരണം കർത്താവുമായിട്ട് നമ്മളൊരു ബന്ധത്തിലായി തീർന്നിരിക്കുന്നു. അത് അപ്പൊ എന്താ നമ്മൾ അവിടെ പറഞ്ഞു വന്നത്? വചനം കേൾക്കുന്നവരാകണം, അത് പഠിക്കുന്നവരാകണം, മറ്റുള്ളവരെ കേൾക്കും വേണം. വചനം മാത്രമല്ല, മറ്റുള്ളവരെ കേൾവിക്കാരാവാൻ ശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, സത്യസന്ധതയും വിശ്വസ്തതയും ഉണ്ടാകണം. നുണ പറയുന്നവര് എപ്പോഴും ഭയന്ന് ജീവിക്കേണ്ടതായിട്ട് വരും. കൊച്ചു കൊച്ചു കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നുണ പറയുന്ന ചില വ്യക്തികളെ നമുക്ക് കാണാം. അത് നമ്മിലുള്ള ആത്മാവിനെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് എപ്പോഴും സത്യസന്ധതയും വിശ്വസ്തതയും ഉള്ളവരായിരിക്കുക. കർത്താവിൻ്റെ വചനം നമ്മോട് പറയാണ്, മരിക്കേണ്ടി വന്നാലും സത്യം കൈവെടിയരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളുന്നു. കർത്താവ് നീതിമാന്റെ പക്ഷത്താണ്. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം ദൈവം അവനെ രക്ഷിക്കും. അതുകൊണ്ട് നുണ പറയാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ കർത്താവ് പറയുന്നൊരു വാക്കാണ്, അതോടുകൂടി തന്നെ
ദശാംശം കൊടുക്കുന്ന മക്കളായി മാറണം. അതായത് പിന്നെ ഹല്ലേലൂയ, സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവാക്യം പറയാണ്, കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും അരുത്. എന്തെന്നാൽ പിതാവ് പുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. അപ്പൊ ആദ്യം എന്താണ് പറഞ്ഞത്? നിന്റെ എല്ലാ സമ്പത്തിന്റെയും ദശാംശം കർത്താവിന് കൊടുക്കണം. നമുക്ക് അത് മുഴുവൻ ദൈവദാനമാണെന്നും ദൈവം തന്നതാണെന്നും ഒരോർമ്മ വരുമ്പോൾ കിട്ടിയതിൽ ഒരല്പം കർത്താവിനായിട്ട് മാറ്റിവെച്ചേക്കുക. അത് അർഹതപ്പെട്ടവൻ ഒരുപക്ഷെ നമ്മുടെ മുൻപിലേക്ക് വന്നേക്കാം, അല്ലെങ്കിൽ നമുക്കറിയാം ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്. കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് തന്നെ അങ്ങനെ അത് വചനം പറയാത്ത ആളുകളായിരിക്കാം, ദൈവഭയമില്ലാത്തവരാകാം. കർത്താവിന്റെ വചനം പറയാ പാപിയെ സഹായിക്കരുതെന്ന്. അത് കൊണ്ടുപോയിട്ട് മദ്യപിക്കുന്നവരോ അങ്ങനെയൊക്കെ ആയിരിക്കാം, മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അടുത്തത് കർത്താവ് പറയുന്നത് ലാളിത്യം. വീണ്ടും ഒരു വചനം കൂടെ പറയട്ടെ മക്കളെ. അതായത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമാകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-6 പറയാണ്, മടിയനായ മനുഷ്യ, എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. കാര്യസ്ഥനോ രാജാവോ മേലാളനോ ഇല്ലാതെ തന്നെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്ത് കാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണത്. നിങ്ങൾക്ക് 10 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ വരുമാനമെങ്കിൽ ഇതെന്നും ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതരുത്. ഓരോരുത്തർക്ക് ഓരോ കാലമുണ്ട്, നടാനൊരു കാലം, പറിക്കാനൊരു കാലം എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇന്ന് എനിക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, നാളെയും ഇതെന്നും എനിക്ക് മരിക്കും വരെ ഉണ്ടാകും എന്നോർത്ത് അത് വാരി എറിയരുത്. നമ്മളത് ഒരു കൊച്ചു കുറി വെച്ചാൽ മതി, അത് നമ്മൾ കുറി വെച്ചുണ്ടാക്കണം. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടുന്ന നല്ല 2 ഗുണങ്ങളാണ്: തയ്പ്പ് പഠിച്ചിരിക്കണം, തയ്യൽ അറിഞ്ഞിരിക്കണം, രണ്ടാമത് സ്കൂട്ടി ഓടിച്ചു പഠിക്കണം. എന്തുമാത്രം പെട്രോളായാലും എല്ലാറ്റിനായാലും നമുക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഒരു ഉപജീവന മാർഗമായിട്ട് മാറ്റാൻ സാധിക്കും. ഈ 2 ജോലിയും നമ്മുടെ മക്കളെയും പഠിപ്പിച്ചിരിക്കണം, നമ്മളും പഠിച്ചിരിക്കണം. ഒന്ന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് തയ്ക്കണം. അപ്പം നമ്മൾ അടുത്തൊരാളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് തരക്കടില്ലാത്ത പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്കത് വീട്ടിലിരുന്ന് ഒന്ന് ചെറിയ തയ്യല്, അത് ഏതൊരു സ്ത്രീയും അറിഞ്ഞിരിക്കണം. നമ്മുടെ മാതാവ് തയ്ക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ പോയിന്റാണ് പറയുന്നത്, പിന്നെ യേശുവേ നന്ദി, നിക്ഷേപം കൂട്ടിവെച്ച് ഒരു കൊച്ചു സ്കൂട്ടർ മേടിച്ച് അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഓടാനും ഒക്കെ ആയിട്ട് ഒരു ഇതാവും. രണ്ടാമത്തെ ഒരു പോയിന്റാണ് ലാളിത്യം സൂക്ഷിക്കുക. അതായത് ആർഭാടമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ നോക്കുക. എത്ര കിട്ടിയാലും ഒന്നും നീക്കി വെക്കാതെ ടൂറ് പോവുക, സിനിമ കാണുക, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എത്ര വില കൂടിയ ഡ്രസ്സ് ഇട്ടാലും മതിയാവാത്തതുപോലെ വലിയ അപ്പുറം ഇപ്പുറമുള്ളവരുടെ പോലെ വരുമാനം കാണാതെ വീട് ലോൺ എടുത്ത് വെക്കുക, കാറ് മേടിക്കുക, ഇതൊക്കെ നമ്മുടെ കുടുംബത്ത് ദാരിദ്ര്യം കൊണ്ടുവരാൻ കാരണങ്ങളായി തീർന്നേക്കാം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ്. പുരുഷന്മാര് അധ്വാനിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അത് ക്രയവിക്രയം ചെയ്യേണ്ടത് അവൻ രാജാവാണ്, നമ്മളാണ് മന്ത്രിമാര്. മന്ത്രിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് സ്ത്രീകൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്, അതിൻ്റെ ഗുണങ്ങൾ കണ്ടതുകൊണ്ട്. എന്നാൽ ഒരുപാട് കുറവുകളും പോരായ്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവും, ദൈവം അന്ന് ഞാൻ ചെയ്തതിലെ കുറവായിരുന്നു അത്. അതിനൊരു ഉദാഹരണമാണ്. അപ്പം ഞാൻ ഒരു സ്ഥാപനത്തിന് ജോലിക്ക് കയറി. ആ നിൽക്കുന്നത് 11 വർഷം ഇപ്പം വീഴുമെന്ന് വിചാരിച്ചിട്ട് അവിടെ പിടിച്ചങ്ങോട്ട് നിന്നു. ഞാൻ എൻ്റെ നല്ല പ്രായം മുഴുവൻ അങ്ങോട്ട് കളഞ്ഞു. രണ്ടാമത് രാവിലെയൊക്കെ നല്ല ഭക്ഷണം കഴിക്കാതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ജീവിതത്തിൽ വെറുതെ കിടന്ന് വിശ്രമമില്ലാതെ ഓടുകയായിരുന്നു. ഞാൻ എന്ത് നേടിയെന്നിട്ട്? എന്ന് ആ ഓട്ടം നിർത്തി കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കർത്താവിനോടുകൂടി കരം പിടിച്ച് പതുക്കെ ഒരു യാത്രയായി മാറിയപ്പോഴാണ് ഈ കാണുന്ന സകല സൗഭാഗ്യങ്ങളും ദൈവം എനിക്ക് തരാൻ തുടങ്ങിയത്.
പ്രൈസ് ദി ലോർഡ്. എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഇത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വാക്കാണ് ആർഭാടങ്ങളില്ലാതെ ലാളിത്യത്തോടെ ജീവിക്കുക, കൊടുക്കുന്നവരാവുക. ആരുടെയും മുമ്പിൽ കൈ നീട്ടാതിരിക്കുക. ആർക്കാണ്? എല്ലാവരോടും ദയയുള്ളവരായിരിക്കുക. കൊടുക്കുക എന്ന് പറയുമ്പോൾ രോഗികള്, അംഗവൈകല്യമായിട്ട് വിഷമിക്കുന്നവര്, വിധവകള്, അവർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു വിധവ നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം, അവർക്ക് 2 മക്കളുണ്ടായിരിക്കാം, അവർക്കൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ചിലര് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അവർ അധ്വാനിക്കാൻ തയ്യാറുമല്ല, എന്നാൽ മറ്റുള്ളവരെ മുന്നിൽ കൈനീട്ടി ജീവിക്കുന്നവര്, അവർക്ക് കൊടുത്ത് ശീലം ഉണ്ടാക്കരുത് നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എന്ത് ജോലിയും അതിന് അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അധ്വാനിക്കുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു വചനമാണ് ആത്മസംയമനം. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ആത്മസംയമനം. സ്വയം നിയന്ത്രിക്കുക, വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുക. ആഗ്രഹിക്കുന്നത് എന്തും നേടണം എന്ന ചിന്ത നീക്കിക്കളയണം. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു നല്ലൊരു ഗുണമാണ് ശുചിത്വം. ശാരീരികവും ആത്മീകവുമായി ശുചിയുള്ളവരായിരിക്കുക. മാനസിക ആരോഗ്യത്തിന് ഇത് ഏറ്റവും വലുതാണ്. ശുചിത്വം പാലിക്കുക. നമ്മൾ ചില വീടുകളിൽ കയറി ചെന്നിട്ടുണ്ടോ, നമ്മൾ മൂക്ക് പൊത്തേണ്ടതായിട്ട് വരും. അതായിരിക്കരുത്. എല്ലാ ദിവസവും ഇവിടെ ദൈവമുണ്ട്, ആ ഓർമ്മയുണ്ടായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിരിക്കണം. രണ്ടാമത്, നമ്മളാകുന്ന ശരീരം ഇത് ദേവാലയമാണെന്ന് ഓർമ്മയുണ്ടായിരിക്കണം. നമ്മളും 2 നേരം കുളിക്കാൻ പറ്റിയാൽ 2 നേരം കുളിക്കണം. എല്ലാ ദിവസവും ഡ്രസ്സ് ഉപയോഗിച്ച ഡ്രസ്സ് മാറണം, അത് കഴുകിയിരിക്കണം എല്ലാ ദിവസവും. അതിന് തന്നെ അത്തരത്തിലുള്ള ദേവാലയങ്ങളിലാണ് കർത്താവ് വസിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നു, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ എൻ്റെ വചനം പാലിച്ചാൽ ഞാനും എൻ്റെ പിതാവും നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളിൽ വാസമുറപ്പിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ശുചിയുള്ളവരായിരിക്കുക. നമ്മൾ ഇരിക്കുന്ന സ്ഥലവും നമ്മളെ തന്നെയും ശുചിയുള്ളവരായി സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു കാര്യം എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു കേൾക്കുക. അതായത് വെളിപാടിന്റെ പുസ്തകം 19:13 പറയാണ്, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. വചനം ഓർക്കുക, മനസ്സിൽ വചനം വരികയും ചുമരിൽ കാണുന്ന വചനം വായിച്ച് ഹല്ലേലൂയ എന്ന ആത്മാവിൽ ജനിക്ക് സ്തുതിക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ദൈവം അടുത്ത് വന്നിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ആരുടെയൊക്കെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നിട്ടുണ്ടോ അവർ ബൈബിൾ തുറന്നവരാണ്. വചനം വായിക്കണം, അത് ഭക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവർത്തികളാണ്. കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കണ്ടോ, നമ്മുടെ സൽപ്രവർത്തികൾ, അതാണ് ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവനും. അതുകൊണ്ട് വചനം ആരുടെ അടുത്തേക്ക് വരണം? ബൈബിള് ഒരു ചുമരിൽ കണ്ടാൽ അപ്പൊക്കെ ആ വചനം വായിച്ചിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ജ്വലിക്കണം. നമ്മൾ വചനം കേട്ട് കഴിയുമ്പോൾ എല്ലാ ബൈബിളിലെ വചനങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഇത് എന്നോടാണ് പറയുന്നത്, എന്നോടാണ് ആ സംസാരിക്കുന്നത് എന്നൊരു ഓർമ്മയുണ്ടായിരിക്കണം. പ്രിയമുള്ള മക്കളെ, മാർക്കോസിന്റെ സുവിശേഷം 10:51-52 വാക്യങ്ങളിൽ പറയണം, ഒരു അന്ധൻ അവിടെ കാത്തിരിക്കണം തമ്പുരാനെ. കർത്താവിനോട് പറയാണ്, കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കണ്ടോ, ചോദിക്കണം നമ്മുടെ കർത്താവിനോട്. അന്ധൻ പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണമെന്ന്. അപ്പൊ അവൻ കാഴ്ചയുള്ളവനായിരുന്നു, അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. ബൈബിളിൽ കാണുന്ന എല്ലാം ആത്മീയമാണ്. ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അവനെപ്പോഴോ അവൻ ആത്മാവിലുണ്ടായിരുന്ന മകൻ നശിച്ച് ലോകത്തിലേക്ക് ഇറങ്ങിയവനാണ്. അവന്റെ കാഴ്ച പോയിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിനക്ക് കാഴ്ച, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് നടക്കട്ടെ, പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു എന്നാ പറയുന്നത്. അടുത്ത വചനം പറയാണ്, അവൻ യേശുവിനെ അനുഗമിച്ചു. കണ്ടോ, യേശു നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നാം യേശുവിനെ അനുഗമിക്കണം, യേശുവിനെ ഗുരുവായി സ്വീകരിക്കണം. എന്നിട്ട് ബൈബിളും വിശുദ്ധ ജീവിതവും നയിക്കാൻ നാം തയ്യാറാവണം. ആ കുടുംബം എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാക്കി ദൈവം മാറ്റിക്കൊള്ളും. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, മാലാഖമാരെ, അപ്പസ്തോല ഗണങ്ങളെ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.